ഹായ് ഹലോ സൺ സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇപ്പൊ ശരിയാത്ത രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വളാഞ്ചേരിയിലുള്ള ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ്. ഒരു രക്ഷയുമില്ലാത്തൊരു വൈബ് ഞാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളതിൽ ഉറപ്പ് ഇപ്പം തന്നെ തരികയാണ്. കുട്ടികളുടെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ വൈകേണ്ട, നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് പോകാം. ലാലേട്ടൻ്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സിനിമയായിരിക്കും പലർക്കും. അതിലെ അടിപൊളിയൊരു സീനുണ്ട്, ഒരു പ്രപ്പോസൽ സീൻ. അത് നമ്മുടെ കുട്ടികൾ ഇന്ന് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കും. ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ വൈകാതെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് വളാഞ്ചേരിയിലെ ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ്. കുട്ടികളൊക്കെ നമ്മുടെ പരുന്തിനെ പോലെ പറന്നിറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ കുറെ പരുന്തുകളെന്ന് പറന്നിറങ്ങുമല്ലേ. അപ്പൊ ഇവിടെ ആദ്യം പറന്നിറങ്ങാൻ പോകുന്ന ആരാ? നമുക്ക് ഇവരോട് ആരെ വിളിക്കണം? ആദ്യം എല്ലാവരും ഒരേ സ്ഥലത്ത് വിളിക്കുന്നു. നല്ല വൈബ്. എന്ത് പറ്റി? പരുന്നിറങ്ങിയപ്പോ നല്ല സപ്പോർട്ടാണല്ലോ. ഒരു പരുന്തേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. എന്താ പേര് പറയൂ? ഭാവിക്. എവിടുന്ന് വരുന്നു? ഞാൻ കാസർഗോഡ്. ഓക്കെ. ചോക്ലേറ്റിലെ പൃഥ്വിരാജ്. എന്തായിരിക്കും? പണി തരാൻ വേണ്ടി വിളിച്ചാണോ അതോ സ്നേഹം കൊണ്ട് വിളിച്ചാണോ കൂട്ടുകാര്? രണ്ടും കൂടെ ഉണ്ടാവും. രണ്ടും ചേർന്നിട്ട് ഒരു പരിപാടിയായിരിക്കും. ആള് പൊളിക്കുന്നത്. ഇവിടെ വരും നമ്മള്. അല്ലേ? സെറ്റാക്കാം. പോവാം. ഓക്കെ. 3, 2, 1 ആക്ഷൻ. വിരോധമില്ലെങ്കിൽ ആ പേരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്പലക്കുളവും ചന്ദ്രത്തിരിയും. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചത്? ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്പലക്കുളവും ചന്ദ്രക്കുറിയും തുളസിക്കതിരും ഒക്കെയാണ്. ഞാൻ വേണുഗോപാൽ, ഒരു ഹോസ്പിറ്റൽ റെപ്രസെന്റേറ്റീവ് ആണ്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കൊണ്ട് രോമാഞ്ചം. വിരോധമില്ലെങ്കിൽ ആ പേരെന്ന് പറഞ്ഞേക്കൊള്ളാം. ലക്ഷ്മി. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്പലക്കുളവും ചന്ദ്രക്കുറിയും വെള്ളിക്കുളിസും ഒക്കെയാണ്. തുളസിക്കതിര്. ഞാൻ വേണുഗോപാൽ, ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. മാക്സൽ എന്നൊരു വലിയ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. They are paying 2,500 per month. And of course, a commission also. And a good amount of commission also. ഞാൻ ലെറ്റർ ആയിരിക്കും. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. പോസ്റ്റ് ഓഫീസ് വേണ്ടേ? ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മതിയോ? ലൈൻ വാർത്തയില്ലേ? ആ സൈഡിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. അത് വീണ്ടും അതറിയാം. അത് കുഴപ്പമില്ല. ഹോട്ടലിൽ കൊണ്ടുവിടാം. ഡോക്ടർ എന്നെ രക്ഷിക്കണം. എന്നോട് ഇത്രയും ശത്രുത വിചാരിക്കരുത്. അറിവില്ലായ്മ മൂലം അല്പം അഹകരിച്ചു പോയി. അത് മനസ്സിലായി. ഇതാരും അറിയരുത്. ഇത് ഈ കൂടുതൽ ഇനി ആരറിയാൻ? ഓ, അപ്പൊ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. വേണ്ട. പറ്റുമെങ്കിൽ ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ വിളിക്കാം. വേണ്ട. ഓക്കെ. അടിപൊളി. എന്തോ നേരം കൗണ്ടറിൽ നിന്റെ ഒരു അഭിനയം കുറച്ച് ഓവറാവുന്നുണ്ട്. ഇതല്ല എന്തൊക്കെയോ കഴിവുണ്ടെന്ന് കൂട്ടുകാർ പറയുന്നത് കേട്ട്. അല്ല, കഴിവട്ടൊന്നുമില്ല. പാട്ട് പാടും? പാട്ടില്ല, അങ്ങനെ പാടത്തില്ല. പാടുന്നു പ്രിയരാഗങ്ങൾ, ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ, കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്ത് കൺചിമ്മും ദീപങ്ങൾ, നാം കണ്ട സ്വപ്നങ്ങൾ പോൽ ലൈലാകമേ പൂച്ചൂടുമോ ഇടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ. ആകാശമേ നീ പെയ്യുമോ പ്രണയാത്ര നീ ഷാഗിൽ ഇന്നിതാ
അടിപൊളി 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 അടിപൊളിയായിട്ട് പാടി. അത് കിടക്ക് തീവർത്ത് കാലക്ക്. എന്താ പേര്? ആൻഡ്രോസ്. ആൻഡ്രോസ്. ആ കൊള്ളാം. എവിടുന്ന് വരുന്നു? എറണാകുളം. എറണാകുളത്ത് നിന്ന് വരുന്നു. അടുത്തൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അങ്ങോട്ട് പോയാലോ? ഓക്കെ 3, 2, 1 ആക്ഷൻ. എന്ത് ലാലിന്റെ എന്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിക്കുന്നത്? ഇച്ചിരി നേരത്തെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. വിരോധം ഇല്ലെങ്കിൽ ആ പേരൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. അയ്യോ, ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അമ്പലക്കുളവും ചന്ദന അവിടെ വലിയ ചന്ദനത്തിരി. ഇതെന്ത് മറിമായാടോ? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത് വിരോധമില്ലെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസി കതിരൊക്കെയാ. ഐ വേണു വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെന്ന് അറിയാം, എന്നാലും ഞാൻ പറയാം. ദേ ആർ പേ മീ 2500 rupees per month and also a good commission. ലവ് ലെറ്റർ ആയിരിക്കും. ഓ ലവ് ലെറ്റർ ആയിരിക്കും അല്ലേ? അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഞാൻ വേണേ അവിടെ കൊണ്ടിടാം. ഇത് അഭ്യാസം 1. അടുത്തത് വേണമെന്നില്ല. പറ്റുമെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. പിന്നെ കുറച്ച് മുമ്പുണ്ട്. അപ്പോ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ, പറ്റുമെങ്കിൽ നമുക്ക് ഇനിയും കാണാം. വേണേ ഞാൻ ചെന്നിട്ട് ഹോട്ടലിൽ നിന്ന് വിളിക്കാം. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. പാട്ട് പാടും. പാട്ട് പാട്ട് പാടാൻ ശ്രമിക്കും. പാടും. ശ്രമിക്കും. കൂട്ടുകാരെ പാട്ട് പാടുവോ? കൂട്ടുകാരി തിരിച്ചോളൂ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. നമുക്കറിഞ്ഞൂടെ. വെൽക്കം ബാക്ക് ടു ഇപ്പൊ ശരിയാക്കി തരാം. പേരെന്താ അത് പറയാം. സന ഫാത്തിമ. സന ഫാത്തിമ. എവിടുന്ന് വരുന്നു? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് വരുന്നു. ഓക്കെ, നമുക്കപ്പോ പോവാം, ഡയലോഗിലേക്ക് പോവാം. പാട്ട് പാടും. ചെറുതായി ഫസ്റ്റ് നമ്മൾ പാട്ട് പാടും. പിടയുന്നൊരെന്റെ ജീവന് കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാറിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എറിഞ്ഞ പൊൻതിരി എൻ്റെ നെഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയേ. അടിപൊളിയായിട്ട് പാടിയല്ലോ. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. പോവാം. 3, 2, 1 ആക്ഷൻ. എന്നാ സാറേ? ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി.
വിരോധമില്ലെങ്കിൽ ആ പേരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ഈ ലക്ഷ്മി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാ. വേണുഗോപാൽ. താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, ഞാന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. And they are paying me 2,500 per month and a good amount of commission too. അതെന്താ ലവ് ലെറ്റർ ആണോ? ശരി വന്നാട്ടെ, ഞാൻ വയറ് നിറച്ചു തരാം. കണ്ടാടാ സ്നേഹം, ഭാര്യമാരായ ഇങ്ങനെ വേണം. അയ്യോ കൊച്ചിക്കാട്. ദോ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ട് ഇറക്കി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ പിരികയാണല്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ വിളിക്കാം. അടിപൊളിയായിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ പറയോ? നോക്കാം. ഒരു മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ച ചേനയും ചേമ്പും ചേനയും ചേമ്പും കാമ്പും കൂമ്പും ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ച ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ നല്ലത് ചൊല്ലാമോ? വേറുണ്ടോ? റെഡ് ബൾബ് ബ്ലൂ ബൾബ് പോലത്തെ വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ. ഓക്കെ. ആലത്തൂരെ പാലത്തുമ്മേ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണി എടുത്ത് വറുത്ത് പൊടിച്ചാൽ അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ? ആ വായും കുമ്പും തന്നെ നല്ലത്. ആ വായും കൂമ്പും തന്നെ നല്ലതെന്ന്. ഓക്കെ, ചേനയും ചേമ്പും വാഴയും കൂമ്പും ഒരുമിച്ചിട്ട് കറി വെച്ചാലോ? അതിനൊരു പേരും കൂടെ പറ. ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടെ കൂട്ടാൻ വെച്ച ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ കായോ നല്ലത് ചൊല്ലാമോ? ചേനയും ചേമ്പും കായും കൂമ്പും ചേനയും ചേമ്പും കാമ്പും കൂമ്പും ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ചാൽ ചേനയോ ചേമ്പോ കായോ കൂമ്പോ കാമ്പോ നല്ലത് ചൊല്ലാമോ? ഇഷ്ടമുള്ള രീതിയിലൊക്കെ പറയും. ഒരു തവണ കൂടെ ഞാൻ പറയും. ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ചാൽ ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ. നിങ്ങളത് പഠിച്ചു വന്നിട്ടല്ലേ? എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. ഞാൻ ഇപ്പൊ ഇരുന്ന് പഠിച്ചതാ. അങ്ങ് പഠിക്കാൻ സമയം കിട്ടിയില്ല. ഒരു തവണ കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ വിട്ടേക്കാം. ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ച ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ കായോ നല്ലത് ചൊല്ലാമോ? ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ച ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ കായോ എന്ന് നല്ലത് ചൊല്ലാം. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടായി. ദർപ്പന എവിടുന്ന് വരുന്നു? കണ്ണൂരിന്ന് വരുന്നു. നമുക്കൊരു നല്ല പാട്ടിൽ തുടങ്ങാം. പിടിക്കൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. അടമഴை வரும் முதல் நனைவோமே குளிர்காய்ச்சலோடு ஸ்நேகம் ஒரு பூவைக்குள் இரு தூக்கம் குலுக்குலுப்பைகள் சொல்லி என்னை வெல்வா அது பிரிந்தும் கூட அன்பே மனமதையே காம் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீசினில்லே நீ வேண்டும் சில சமயம் விளையாட உன்னாடைக்குள்ள நான் வேணும் வசீகராய நெஞ்சினிக்க பொன்மடியில் தூங்கினால் போதும் அதே கணம் கண்ணுறங்க முன் ஜென்மங்களில் ஏக்கங்கள் தீரும் நான் ஏறிக்கதும் சுவாசிப்பதும் ஊருகவாலே ஏங்குகிறே உன்னிலே வானாலே நான். അടിപൊളി. അതിമനോഹരമായ ഒരു പാട്ട് നമുക്ക് സമ്മാനിച്ചു. ഇനി അതിമനോഹരമായ ഒരു സീൻ നമുക്ക് ലാലേട്ടനോട് തന്നത് ഇപ്പോൾ തരുമെന്ന് തോന്നുന്നു. തലർങ്ങൂലേ? കറങ്ങണ്ട, നേരെ വന്നാൽ മതി. ലാലേട്ടൻ ശരിക്കും നേരെ വരാമല്ലോ. ഓക്കെ,
തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം, പോവാം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. വിരോധമില്ലെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ വടേ ബട്ട്. മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താന്ന് വെച്ചാ പറഞ്ഞത്. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരിക അമ്പലക്കുളവും തുളസിത്തറയും ചന്ദനത്തിരിയും. അമ്പലക്കുളവും അമ്പലക്കുളവും ചന്ദനത്തിരിയും തുളസി. കേട്ടോ, സത്യം മണി അടിച്ചത് കേട്ടോ, ഗ്യാമർ കംപ്ലീറ്റ് പോക്കാം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാണ്. മൈ നെയിം ഈസ് വേണു വേണുഗോപാൽ. ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാസ്വിലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. And they are paying 2,500 per month and a good amount of commission also. ഇത് വിശ്വസിക്കാൻ ഞാൻ ആരാന്നാടാ നീ വിചാരിച്ചത്? ഈ മണ്ണനാണെന്നോ? ലവ് ലെറ്റർ ആണോ? അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ വേണ്ടിക്കൽ ഹോട്ടലിൽ കൊണ്ട് ഇറക്കാം. അപ്പോ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. ഞാൻ ഹോട്ടലിലേക്ക് വിളിക്കാം. വേണ്ട. ഇതിനാണ് ഈ ബഹുമുഖ പ്രതിമ എന്നൊക്കെ പറയുന്നത്. ബഹുമുഖ പ്രതിമയല്ലടാ, ബഹുമുഖ പ്രതിഭ. ഭാരതത്തിന്റെ ഹലോ ദേവിക. ഹായ്. എവിടുന്ന് വരുന്നു? തൃശ്ശൂര്. നമ്മൾക്ക് ഇവിടെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. കൂട്ടുകാരി എന്താ ദേവികയുടെ പേര് തന്നെ പറഞ്ഞേ? പണി വേറെന്താ? നേരത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. ദേവിക എല്ലാവർക്കും പണി കൊടുക്കുമെന്ന് തോന്നുന്നല്ലോ. ഞാൻ പാവം. ഇന്നസെന്റ്. നമുക്ക് ലാലേട്ടനെ ഇറക്കാം. അതിന് മുമ്പ് ഒരു പാട്ട് പാടാം. പാട്ട് പാടില്ല? മോണോ, മിമിക്രി, ഡാൻസ്, കഥാപ്രസംഗം. നമുക്ക് ഡയലോഗിലേക്ക് പോവാം. ചെയ്യാം. ഓക്കെ, 3, 2, 1 ആക്ഷൻ. വിരോധമില്ലെങ്കിൽ ആ പേരൊന്ന് പറയോ? ലക്ഷ്മി. ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് പറയുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇത്രയും കോൺഫിഡൻസ് കൂടി വിരോധമില്ലെങ്കിൽ ആ പേരൊന്നും അറിയോ? ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത് അമ്പലക്കുളവും തുളസിക്കതിരും ചന്ദനക്കുരൊക്കെയാ. വേണുഗോപാൽ. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യം ഇല്ലെങ്കിലേ ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. And they are paying 2,500 rupees for salary and a good amount of commission also. നല്ല ഫോമിലാണല്ലോ. എന്നാ ഫോമിലല്ലാത്ത ലവ് ലെറ്റർ ആയിരിക്കും. ഓ, അതാ കാണുന്നതാണ് ആ പോസ്റ്റ് ഓഫീസ്. വിരോധമില്ലെങ്കിൽ ഞാൻ ലക്ഷ്മിനെ വേണമെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുവിടാം. ഓക്കെ, അപ്പോ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. വേണമെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഞാൻ വിളിക്കാം. വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു. ഞാൻ എനിക്കൊരു ചെറിയ ആഗ്രഹം, പാട്ട് പാടത്തില്ലെന്ന് പറഞ്ഞു, കഥാപ്രസംഗമില്ലെന്ന് പറഞ്ഞു, ഡാൻസിലെന്ന് പറഞ്ഞു. ഞാൻ ടങ് ടെസ്റ്റ് വരാം, ചെയ്യോ? ഓക്കെ, ശ്രമിക്കാം. കരളിന് മലരിതൾ ഉതിരും ഒരളികുലം ഇളകിയ കുളിരിളകം. കണ്ണടച്ച് ഒന്നുകൂടി പറയോ? കരളിന് മലരിതൾ ഉതിരും ഒരളികുലം ഇളകിയ കുളിരിളകം. കരളിന് മലരിതൾ ഉതിരും മലരിതൾ. കരളിന് മലരിതൾ ഉതിരും ഒരളികുലം ഇളകിയ കുളിരിളകം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിട്ടേക്കാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. അനുശ്രീ, കൂട്ടുകാരി നല്ല പണി തന്നിട്ടാ പോയിരിക്കുന്നത്. എവിടുന്ന് വരുന്നു അനുശ്രീ? എറണാകുളത്ത് നിന്ന് വരുന്നു. കൂട്ടുകാരി എന്താ അനുശ്രീ തന്നെ വിളിച്ചത്? കറക്റ്റ്. നമുക്ക് ചെയ്യാം, ഒരു പാട്ട് പാടി തുടങ്ങാം. എനിക്ക് പാട്ടറിയില്ല. എന്താ അറിയുന്നത്? ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ആക്ഷൻ.
വിരോധമില്ലെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക നീമുണ്ട്. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാണ്. ഐ എം വേണുഗോപാൽ. ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. And they are paying 2,500 rupees per month and of course a good commission also. ലവ് ലെറ്റർ ആയിരിക്കും. പോസ്റ്റ് ഓഫ് ഇതാ അവിടെ ഉണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയി വിടാം. അപ്പോ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. പിന്നെന്താ, ഹോട്ടലിൽ പോയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, താങ്ക് യു സർ. ഇറങ്ങി പോടോ. മൈക്ക് സെറ്റിന്റെ കാശും തരില്ല. ഈ ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങാൻ എനിക്ക് തോന്നിയത് ഏത് സമയത്താണ്? തീർച്ചയായിട്ടും ഈ കിടിലൻ പെർഫോമൻസിന് ഗിഫ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവരും ഒന്നിനൊന്നും വെച്ചുമാണ് വൈബായിരുന്നു, ഒരു രക്ഷയില്ല. ആദ്യമായിട്ട് നമുക്ക് വിളിക്കാം സന ഫാത്തിമ. കമോൺ. സ്യൂത്തി പെർഫ്യൂംസ് എന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ സുഗന്ധം മറ്റുള്ളവരിൽ ഒരു സിഗ്നേച്ചറായി മാറട്ടെ. കൂടാതെ നമ്മുടെ സൺ സൂര്യ കോമഡിയുടെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. ഹാപ്പി? താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് ക്ഷണിക്കാം ദേവിക. കമോൺ, ഇവിടെ വരൂ. ദേവികയ്ക്കും സ്യൂത്തി പെർഫ്യൂംസിന്റെ ഗിഫ്റ്റ്. നമ്മുടെ സുഗന്ധം മറ്റുള്ളവരിൽ ഒരു സിഗ്നേച്ചറായി മാറട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സൺ സൂര്യ കോമഡിയുടെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. ഹാപ്പി? താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമുക്ക് ക്ഷണിക്കാം അനുശ്രീ. കമോൺ. ചരിത്രത്തിലെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റുമായിട്ട് റയാൻ ആദം പെർഫ്യൂംസ് ചേർന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി? ഇനി അടുത്തായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം, നമ്മുടെ ചോക്ലേറ്റ് ബോയ്. കമോൺ. മാസ ഫ്രഷസ് തരുന്ന ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്. ഇതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ നോ പ്രിസർവേറ്റീവ്സ്. സ്വീകരിച്ചാലും. താങ്ക് യു. സമയം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. പക്ഷെ നമുക്ക് ഇവരെ എല്ലാരും കൂടി ഇവിടെ ഉൾക്കൊള്ളിച്ച് തീർക്കാൻ പറ്റുന്നില്ല, വൈബ് തീരുന്നതുമില്ല. പക്ഷെ ഇവരിൽ ചിലരെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വേണം. അപ്പൊ താൽക്കാലികമായിട്ട് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും വരാം. ബൈ.